സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് എങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നല്ല. അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എം ടി ഷാന്റെ തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നടനാണ് ഞാൻ. പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് എം ടി സാറിൻ്റെ ഒരു കഥാപാത്രമാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എം ടി വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ. അല്പം സഭാകമ്പമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായനമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകും. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ടിയായിട്ട് അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഇതിന് അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഡോക്യു ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എം ടി 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാതാണ്. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എൻ്റെ കൂടെ അത്ര വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവരറിയുന്ന സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. സാഹിത്യ രംഗത്ത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ കടുകണ്ണവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, നിന്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ എൻ്റെ ചിത്രത്തിൽ കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ, ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിലുള്ള സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചു. അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടുള്ളൂ. അതാണ് കടുകണ്ണവ നിന്റെ ഓർമ്മയ്ക്ക്. അതിൽ കടുകണ്ണവ എന്നാണ് ടൈറ്റില്ലേ. ഞങ്ങളിത് എം ടിയുടെ എന്താ പറയുക, കുറച്ച്
ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിൽ 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അത് ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. നമ്മളിൽ പലരും MT വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത്, തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. മഹേഷ് പറഞ്ഞതുപോലെ ഞങ്ങളും ഫോറിനിലാണ് ഷൂട്ട് ചെയ്തത് ഈ പടം. മഹേഷിൻ്റെ പടം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ പടം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നല്ല. അത് MTയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിന് മുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകത്തിൽ തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് MTയാണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ചാണ്. അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത്. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ MTയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയല്ല കാണുന്നത്, എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കഥ വായിക്കാൻ ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഉള്ള കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV-യിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലു പോയത്. ഞാൻ ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സമരം പോലെയാണ്. MTക്ക് പ്രായം ആയിട്ടില്ല. MTക്ക് 1 വർഷം കൂടെ ആയി. അത്രയുള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. MT വാസുദേവൻ നായർ സാറുടെ 9 കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ച 9 സിനിമകളുടെ സമാഹാരമാണ് മനോരഥങ്ങൾ അല്ലെങ്കിൽ മൈൻഡ് സ്കീംസ്. 9 സംവിധായകർ, അനേകം നടീനടന്മാർ, സാങ്കേതിക വിദഗ്ധർ, ഇവരുടെ ഒത്തുചേരലാണ് മനോരഥങ്ങൾ. മനോരഥത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ ഷൂട്ടിംഗ് ആയിട്ട് ഞാൻ മൂലി എന്ന ഗ്രാമത്തിലാണ്, അത് ഗുജറാത്തിലാണ്. ഇവിടെ നിർത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. MT സാറിൻ്റെ തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു നടനാണ് ഞാൻ. പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ്. ഒന്ന് മൂളവും തീരവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിനിമ. ഏതാണ്ട് 50 വർഷത്തിലേറെയായി അത് റിലീസായി. അത് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മധുസാറും ഷാനന്ദിനിയും ഒക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. PM മനോജ് സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിലുപരി എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ. അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയൻ്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ നിസാറിൻ്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിസാറിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. ഞാൻ പലപ്പോഴും നിസാറിനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോയി. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ. ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഈ മനോരഥങ്ങൾക്ക് വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വപ്നം കാണുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമകൾ 97 സിനിമയോളം അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ മൂമെൻ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ പ്രിയദർശൻ എന്നൊരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷേ
ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയണം. ഈശ്വരൻ കൊണ്ടു തന്നൊരു ചാൻസായിട്ട് ഞാൻ കാണുന്നത്. എനിവേ, അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സ് നിറഞ്ഞ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ശിലാലേഖനങ്ങൾ, ഒന്ന് ഓളവും തീരും. ഓളവും തീരും എന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓളവും തീരവും എന്നുള്ള ഒരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത്. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശ്വരനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. MD കുറിച്ച് 2 വാക്ക് പറയാൻ സാധിക്കുക. വളരെ അധികം MD കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മുൻപും പിൻപോട്ടുള്ള ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞത്. MD എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്. ചുരുക്കം പറഞ്ഞാൽ എനിക്കാകെ ഒരു മോളേ ഉള്ളൂ. അവളെ വിവാഹത്തിന് MD വന്നിരുന്നു. ഞാനന്ന് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം കതിർമണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് ചെയ്തത് MDയാണ്. അപ്പോൾ അറിയാതെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിലാണ്. പിന്നെ ഞാനും വലിയ ഭക്തനല്ല, MD അങ്ങനെ വലിയ ഭക്തനല്ല. പക്ഷെ ഞങ്ങൾ 2 കൂടെ ഒരുമിച്ച് ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇതിനെങ്ങനെ പറഞ്ഞു വന്നാൽ വളരെ അധികം സിനിമ ലൊക്കേഷൻസിൽ വെച്ച് കണ്ടത്, അല്ലാതെ സുഹൃത്ത് വേദികളിൽ വെച്ച് കണ്ടത്, എൻ്റെ വീട്ടിലും MDയുടെ വീട്ടിലും വെച്ച് കണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് പറയാനുള്ള വേദിയല്ലല്ലോ ഇത്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. MD ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ വലിയ തുടരട്ടെ. നമുക്ക് ഇനിയും ധാരാളം കൃതികൾ സാഹിത്യത്തിലും സിനിമയിലും MD കിട്ടാറുണ്ട്. അത് കിട്ടട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്ക് ചുരുക്കുന്നു. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ MT വാസുദേവൻ നായരുടെ 91ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുമോ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. MTയുടെ ഒരു കഥാപാത്രമെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനും ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് MT സാറിൻ്റെ ഒരു കഥാപാത്രമാകാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ MT സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ. അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതിന് MT സാറിനോടും സന്തോഷത്തിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. MT സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്ന പോലെ MT സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ളൊരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കാനുള്ള ആത്മവിശ്വാസം
എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. അതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ സെവൻ ആർട്സ് വിജയകുമാറാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയസ് സീസർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത് മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷേ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MD സാർ തന്നെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴും സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴും ഒന്നും സാർ വരാറില്ല, പക്ഷെ വരുന്ന ചില മണിക്കൂറുകൾ ഇതിനേറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തത് എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ കാണാനുണ്ട് അദ്ദേഹം എത്തിയപ്പോഴും അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ളൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സർവേശ്വരൻ നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.